ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് മുട്ട മസാലയാണ്. അപ്പോൾ ഇത് തട്ടുകടയിൽ നിന്നും അതുപോലെ തന്നെ ബീച്ച് സൈഡിൽ നിന്നൊക്കെ കിട്ടുന്നൊരായിട്ടാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചാണ് കേട്ടോ. 2 വിസിലാക്കി വേവിച്ചെടുത്ത ഗ്രീൻ പീസാണ്. അപ്പോൾ അധികം ഉടഞ്ഞു പോവാതെ ഇതുപോലെ വേണം നമുക്ക് കിട്ടാൻ കേട്ടോ. ഉടയാൻ പാടില്ല. പിന്നെ ഓരോരുത്തർ കുക്കറിൻ്റെ വീസിനനുസരിച്ച് 1-2 വീസിന് നമുക്ക് അതിനനുസരിച്ച് ആക്കിയാൽ മതി. ഇനി ഒരു പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. അതിനുശേഷം വലിയൊരു സവാള എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ല മാടൊന്നും വേണ്ടിട്ട് ഉള്ളി ജസ്റ്റ് അത് കടിക്കുന്ന രൂപത്തിലൊന്ന് കിട്ടുന്നത് വേണം. അതുപോലെ ഒരു പകുതിയാക്കി നിർത്തിയാൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിനുശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. കുട്ടികൾ കഴിക്കാനുള്ളതാണെങ്കിൽ എരിവ് നമുക്ക് അതിനനുസരിച്ച് സ്പൈസി കുറച്ച് ചേർക്കുക. പിന്നെ 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടി നല്ല വഴറ്റി കൊടുക്കുക. അതിന് ശേഷം വേവിച്ച് വെച്ചാൽ ഈ ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മസാലയൊക്കെ അതിൻ്റെ മേലെ പിടിക്കുന്ന പോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മിക്സ് ആയതിൻ്റെ ശേഷം ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഗരം മസാല കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെയും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പൊടികളും ഉള്ളിയും എല്ലാം കൂടി അതിനൊന്ന് സെറ്റാവുന്നവരെ നന്നായിട്ട് ഇളക്കി ആ ഗ്രീൻ പീസുമായി പിടിക്കാൻ അതുവരെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഞാൻ 3 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. എഗ്ഗാണ് കുറച്ച് കൂടുതൽ വേണ്ടത്. 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഒന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി എല്ലാ മസാലയും കൂടി ഒന്ന് സെറ്റാവണം. ഗ്രീൻ പീസും എഗ്ഗും ഉള്ളിയും സ്പൈസസൊക്കെ കൂടിയിട്ട് ഒന്ന് സെറ്റാവാനുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ എഗ്ഗിൻ്റെ ഒക്കെ ഒരു പച്ച ആ ഒരു ടേസ്റ്റ് ഇതൊക്കെ അവിടെ പോകണം കേട്ടോ. നന്നായിട്ട് തന്നെ എഗ്ഗ് നല്ല പിടിച്ച രൂപത്തിൽ തന്നെ ആവണം. അതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞൊരു ചെറിയൊരു തക്കാളി ഇട്ട് കൊടുത്താൽ മതി. ഇവ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഞാൻ ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ ഉപ്പുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങളെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. എനിക്ക് ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അധികം ഇട്ട് കൊടുക്കാത്തത്. ഇല്ല കുറവാണെങ്കിൽ അപ്പിട്ട് കൊടുക്കട്ടോ. അപ്പോൾ അത് ഗ്രീൻ പീസ് മുട്ട മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിട്ടത് കഴിക്കാൻ. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാകും. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ചുണി അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കഴിക്കുമ്പോൾ രസമുണ്ട്. അതുകൂടി കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.